അടിപൊളി ജിമ്മിലെ സെറ്റപ്പ് അല്ലേ? എക്സ്പോസ് ശരിക്കും ചെയ്തു. വർത്താൻ ഒരു സൈഡിൽ കൂടെ ഒരു ജാടയാണ് ആളായി. മെഡിസിൻ ചെയ്യാൻ എന്തായാലും അതിന് ബെനിഫിറ്റ് ഉണ്ടാവും. ഒരു ബോഡി ബിൽഡർ സ്റ്റെറോയിഡ് കുത്തിയിട്ടല്ല ഇത് മരിക്കുന്നത്. ഹലോ എവരിവൺ. സോ നമ്മൾ സ്പെഷ്യൽ ഗസ്റ്റിന്റെ കൂടെ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോവാണ്. സോ അതിന് മുന്നേ നമ്മളൊരു പ്രീ വർക്കൗട്ട് ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോവാണ്. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ പോണത്. ഇപ്പോൾ ഷുഗർ കെയിൻ ജ്യൂസ് ഉണ്ട്. ഷുഗർ കെയിൻ ജ്യൂസിന്റെ കൂടെ നമ്മളെ ഡൈനാമൈറ്റ് പ്രീ വർക്കൗട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. സാധാരണ എല്ലാവരും ഇളനീരും അതുപോലെ തന്നെ പ്രീ വർക്കൗട്ട് മിക്സ് ചെയ്യല്. നമ്മളിപ്പോൾ ട്രൈ ചെയ്യാൻ പോണത് ഷുഗർ കെയിൻ ജ്യൂസും അതുപോലെ തന്നെ പ്രീ വർക്കൗട്ടാണ്. അപ്പോൾ നമ്മൾ ഡൈനാമൈറ്റിന് സ്കൂപ്പ് ഇടാം. ഇത് കുറച്ച് ഹെവി ആയി കാരണം അതുകൊണ്ട് ഒരു സ്കൂപ്പ് ഫുള്ളുണ്ട്. ടാങ്കിന് ഫ്ലേവർ ഉണ്ടാവും, ഈ ഷുഗർ കാൻ ഫ്ലേവർ ഉണ്ടാവും. അപ്പം മധുരം കൂടി രണ്ടും കൂടി കൂടുമ്പോൾ എന്താ സംഭവിക്കാൻ അറിയില്ല. പറഞ്ഞ പോലെ തന്നെ സോ പ്രീ വർക്കൗട്ട് എടുത്തു. പിന്നെ നമുക്ക് പോയേക്കാം. ഇതിന് കിക്ക് കയറുമ്പോൾ നമുക്ക് അവിടെ എത്തണം, വർക്കൗട്ട് ചെയ്യണം. സോ ആളെ മീറ്റ് ചെയ്യാൻ പോയാൽ നമുക്ക്. അപ്പോൾ സ്പെഷ്യൽ ഗസ്റ്റ് പറയാൻ മാത്രമൊന്നുമില്ല, നമ്മൾ തമ്മിൽ കണ്ടാണ് ഓൾറെഡി. അപ്പോൾ നമ്മൾ മീറ്റ് ചെയ്യാൻ പോണത് ലക്ഷ്മൺ ബ്രോനാണ്. ലക്ഷ്മൺ ബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുണ്ടാവും, ഇൻസ്റ്റയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അടിപൊളി കിട്ടുന്ന ഫിസിക്കാണ്. പിന്നെ മിസ്റ്റർ സൗത്ത് ഇന്ത്യ ജൂനിയർ കഴിഞ്ഞ വർഷം അടിച്ചതാണ്. സോ ഇപ്പോഴാണ് മീറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ കൂടെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ ചോദിച്ചു നോക്കി. അപ്പോൾ വരാൻ പറഞ്ഞു, അങ്ങനെ പോവാണ്. സോ നേരെ ജിമ്മിൽ പോവാം. ജിമ്മ് പറഞ്ഞാൽ വെയർ ഹൗസ് ജിമ്മാണ്. നമ്മുടെ കോഴിക്കോടിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് വെയർ ഹൗസ് ജിമ്മിൽ നമ്മൾ പോകുന്നത്. ഇപ്പോൾ അടുത്ത് ഓപ്പൺ ആയിട്ടുള്ളൂ. സോ അവിടെ പോയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പോയേക്കാം നമുക്ക്. ബൈ. 11 മണിക്ക് പ്ലാൻ ചെയ്ത വർക്കൗട്ട് സെഷനാണ്. ഇപ്പോൾ 12:10 1 മണിക്കൂർ ലാഗാണ്. ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ തല്ലുമോ. അവിടെ എത്തിക്കണ്ടോ, ആളവിടെ എത്തിക്കണേ, നമ്മളാണ് ലേറ്റ്. ഗൈസ് പാളി, ഗൈസ് വീണ്ടും പാളി, ഫുൾ പാളിച്ചാണ്. 1 വേ ആണെന്ന കാര്യം നമ്മൾ അറിഞ്ഞില്ല. ചെറിയ ടേൺ കണ്ടി നമ്മൾ നേരെ പോന്നു. ഇനിയിപ്പം കറങ്ങി പോണം. ഇവിടെ നടക്കാൻ കഴിച്ചാ നേരെ നേരെ നേരെ. അപ്പോൾ നമ്മളെത്തി. 11 മണിക്ക് തുടങ്ങേണ്ടതാണ്. പക്ഷെ നമ്മൾ എത്തിയപ്പോൾ 12:30 1.5 മണിക്കൂർ ലേറ്റാണ്. കാരണം നമ്മൾ അവിടുന്ന് വരാനും കുറച്ച് ലേറ്റായി. നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ചെറിയ കേസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ എത്താൻ ലേറ്റായി. എന്തായാലും നമ്മളെത്തി. FT60 ആണ് നമ്മുടെ ജിമ്മിൻ്റെ പേര്. നമ്മളെ കാലിക്കറ്റ് ഏറ്റവും ബിഗ്ഗസ്റ്റ് വെയർ ഹൗസ് ജിമ്മാണ്. ഉള്ളിൽ കയറി വെക്കാം. ലക്ഷ്മണൻ ഉള്ളിലേക്ക് എത്തിക്കണ്. ഇവിടെ അവിടെ ആകെ ചെളാവനാണല്ലോ. ഹലോ, ആകെ ചുറ്റി ചെറിയ വീട്ടിലാണ്. അത് വീട്ടിലെത്തി. മറ്റേ ലജിത് ബ്രോ ഉണ്ടോ? ഹലോ, ലജിത്തിനോട് അനുസരിച്ച് നീല് പ്രിയൊക്കെ എടുത്തു. ഷുഗർ കെയിൻ ജ്യൂസ് കുടിച്ചു. ബനാന വാങ്ങണേ, പക്ഷെ വാങ്ങിയില്ല. അടിപൊളി ജിമ്മിലെ സെറ്റപ്പ് അല്ലേ? ഒറ്റെടുത്തില്ലേ? ഒന്നെങ്കിൽ എന്നെ പോലെ പക്ക ചെയ്യാ, അല്ലെ ചെയ്യാൻ എക്സ്പോസ് ശരിക്കും ചെയ്തു. അതായത് കണ്ടാലും മനസ്സിലാവും. ആരും അടുത്ത ഫോട്ടോ എടുത്ത് വെച്ച് നോക്കുമ്പോ. അതെ, ഇവര് ഇപ്പൊ മെഡിസിൻ ചെയ്യാൻ എന്തായാലും അതിന് ബെനിഫിറ്റ് ഉണ്ടാവും. 4-5 മാസം മുന്നേ അത് ചെയ്ത് എങ്ങനെയായാലും ഉണ്ടാവും. വേറെ ഷോ ഉണ്ട്, ഞങ്ങളെ ഷോ ചെയ്യാ. അതിന് വന്നിട്ട് ഇതിലും വന്നിട്ട് സെക്കൻഡ് അടിച്ചില്ലേ? കേച്ചോല് വന്നിട്ട് ഒക്കെ സെക്കൻഡ് പറയാം. അവിടെ നിർത്തി. ഇല്ല, ഇനി ഇപ്പൊ ഒരു 1.5 ഇയർ ഇല്ല. ഒരു കോമിഷൻ ഇല്ല. ഇനി ഓഫ് സീസൺ പോലെ ഒരു 1.5 ഇയർ കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാൻ പോണ IC തന്നെയാണ്. പക്ഷെ അത്
ഗോവ ഷോ ഉണ്ട് വല്ല സൂപ്പർ ഷോ. ഒരു 3 ദിവസം ഷോ ആണത്. ഏറ്റവും വലിയ നമ്മളെ ഇത് ഇന്ത്യയില് അതിലും ഇങ്ങനത്തെ അത്ലറ്റ്സ് ഇറങ്ങൂലേ? അതിലുണ്ടാവും. അവരെ വെട്ടിക്കാനുള്ള ഒരു കണ്ടീഷനിൽ പോണം. കണ്ടീഷൻ എടുത്താൽ മതി. ഓരോന്നും കംപ്ലീറ്റ് അല്ല, കംപ്ലീഷൻ കുറവുണ്ട് അവർക്കൊക്കെ. ഇതിൽ മെയിൻ എന്താ വേണ്ടിയാലോ കണ്ടീഷനിങ് ആണ്. എനിക്ക് ജസ്റ്റ് മിസ്സിനാ പോയത്. ഞാൻ നോമ്പിനെന്താ പക്ഷെ ഞാന് കട്ട് ചെയ്ത് കാണാം. വാട്ടറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓവറായി കട്ട് ചെയ്ത് കണ്ടാക്കിയാണ് അങ്ങനെ. പിന്നെ മെൻസ് ഫിസിക്കിന് ചെയ്യാണ്ടോ കണ്ടീഷൻ പോയില്ലേ, അതാ ശരിക്കുള്ളത്. കുറച്ച് കാപ്സ് കൂടുതൽ ഓർഡർ ചെയ്ത് കണ്ട് വാട്ടർ കുറച്ച് കുടിച്ചാണ് ഇതാക്കിയത്. ഫിറ്റ്നസിന് സൈസിന്റെ ആവശ്യമില്ല. അവിടെ എന്ത് കാട്ടി കാപ്സ് എന്തെങ്കിലും ഓർഡർ ചെയ്തില്ല, മാക്സിമം വാട്ടറും കട്ട് ചെയ്തു. അപ്പം ട്രൈ ചെയ്താണ്. ഞാൻ 3 കാര്യം ഇറങ്ങി. 3ാമത് 2.5 സെക്കൻഡും 1 തേർഡും. പെട്ടെന്ന് കഴിയുന്നു. ഒരു ഹാഫ് ആൻ അവർ മുന്നേ നമ്മൾ വിളിച്ചിട്ട് അവിടെ ബാക്ക് സ്റ്റേജ് കൊണ്ട് നിർത്തും. പിന്നെ ടാനൊക്കെ വന്നാലും മറ്റേ സ്പ്രേ ടാൻ ആണ്. തേച്ച് കഴിഞ്ഞാലും ഡ്രസ് ഇട്ട് കഴിഞ്ഞാലും എവിടെയും തട്ടി കഴിഞ്ഞാലും ഒന്നും പോവില്ല. സിമ്പിൾ. പക്ക പ്രൊഫഷണൽ രീതിക്കുള്ള ഒരു കോമ്പറ്റീഷൻ. വേറെ ഫീലായിരുന്നു. അവരൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റി, ഫോട്ടോ എടുക്കാൻ പറ്റി. ഇപ്പൊ നമുക്ക് അവിടെ ഒരു ഇതായി, അവിടെയും അവിടുത്തെ ആൾക്കാർ ഒരു പരിചയമായി, അവർക്കും നമ്മളൊരു പരിചയമായി. കോണ്ടാക്ട്സ് ബിൽഡ് ചെയ്യാൻ ബെസ്റ്റാ. ഇനിയിപ്പോ അടുത്ത വർഷം ആകുമ്പോഴത്തേനും 4 അവർക്ക് പോകണം. കാരണം നമ്മളെ പോസിങ്ങും അതേപോലെ തന്നെ ആ ഒരു ബോഡിയുടെ സ്ട്രക്ചറും ഓക്കെയാണ്. കുറച്ചും കൂടി ഒന്ന് ഡെവലപ്മെന്റ് വരുത്തി കഴിഞ്ഞാൽ, വീക്ക് പോയിന്റ്സ് ഒന്ന് ഡെവലപ്മെന്റ് വരുത്തി കഴിഞ്ഞാൽ നല്ല പ്രൊപ്പോർഷൻ ഉണ്ടായിരുന്നു സ്റ്റേജിൽ. പെർഫെക്റ്റ് ആവും. പോസിങ് നമ്മളെ പോസിങ്ങിന്റെ കോച്ചാണ് ഈ നാറ്റി കോച്ചിന്റെ ആ ഒരു ബെസ്റ്റ് പോസിങ് ആണല്ലേ. ബെസ്റ്റ് പോസിങ് എല്ലാം ചെയ്യും. ഫിറ്റ്നസ്, ക്ലാസിക് ഫിസിക്, എല്ലാത്തിനും ട്രാൻസിഷൻസ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്. ഓരോ കോച്ചിങ് ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ആ സെക്കൻഡ് കിട്ടാൻ കാരണം കണ്ടീഷൻ വൈസ് നമ്മളെക്കാളും കണ്ടീഷനിൽ ചെക്കന്മാരാണ് ഈ കിട്ടിയതും. നമ്മളെക്കാട്ടില്ല ലെഗ് സെപ്പറേഷൻ ഒക്കെ നമ്മളെക്കാൾ എത്രയോ ഉണ്ട്. പക്ഷെ നമ്മളാ പോസിങ്ങും ഇതൊക്കെ ആ ആംഗിളൊക്കെ കറക്റ്റ് ആയി കണ്ട ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്തോണ്ട് അതിലാണ് ആ സെക്കൻഡ് കിട്ടിയത്. പക്ഷെ ഒരു തരത്തിൽ ഞാൻ പറയുന്നത് മറ്റേ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പറ്റിക്കല്ലേ ആൾക്കാരെ. ഈ പ്രതീക്ഷ വെച്ചിട്ട് ചെയ്യുന്ന നാച്ചുറൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവില്ല, അവരൊക്കെ ഇങ്ങനെ ഹോപ്പ് വെച്ചിട്ട് ഇതാവല്ലേ. അതായത് അത്ര കരിയർ ജനറ്റിക്സിലെ ആൾക്കാരൊക്കെ ഓരൊക്കെ കണ്ട് അങ്ങനത്തെ മൈൻഡ് വെച്ചാണ് ബാക്കിയുള്ളവർക്ക് ഉണ്ടാവുക. പക്ഷെ അത് ആ ഒരു റിയാലിറ്റി എത്തിക്കണം, ആ റിയാലിറ്റി പറയണതാക്കണം. ചെയ്യുന്നില്ലാന്നുണ്ടെങ്കിൽ എൻഹാൻസ്ഡ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടാകുന്ന സമയം ഞാൻ ഇപ്പൊ എല്ലാ ഇതിലും പറയും ഞാൻ എൻഹാൻസ്ഡ് ആണ് പറയാ. അപ്പൊ പിന്നെ ഫോൾസ് ഹോപ്പ് വെക്കണ്ടല്ലോ. അതാണ് ചെക്കന്മാർക്കില്ല കുഴപ്പമാണ്. അവര് എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ ആവണമെന്നില്ല. അതും ടൈം എടുത്ത് ആവണമെന്നല്ല എല്ലാവർക്കും വേണ്ടിയത്, പെട്ടെന്ന് ആയി കിട്ടണം. ചില ഒരിക്കലും ആവില്ലല്ലോ. ആമയല്ലേ തുടങ്ങാലേ. എത്ര കോമ്പറ്റീഷൻ ചെയ്തു ഇപ്പൊ ഓവറോള്? ഫസ്റ്റ് 3 കോമ്പറ്റീഷൻ ചെയ്തിനി. അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചെയ്തു. യൂണിവേഴ്സിറ്റി ചെയ്ത് ഫസ്റ്റ് ഇറങ്ങാനില്ല. 2 ദിവസം വാട്ടർ കട്ട് ചെയ്ത് കണ്ട് കൊമ്പന്മാരുടെ ഇടയിലേക്കാണല്ലേ പോയത്. അവിടെ വേറെ ലീഗാ അത് യൂണിവേഴ്സിറ്റി. ശരിക്കും മനസ്സിലായി. എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. ഞാൻ എന്റെ കോളേജ് കഴിഞ്ഞു അപ്പത്തേക്ക്. പിന്നെ ഇപ്പൊ കോളേജ് കയറണേ തന്നെ 10,000 രൂപ ഇറക്കണം. 60 kg കാറ്റഗറി ഇറങ്ങിയത് പക്ക ലീനായിട്ട് ട്രൈ ചെയ്യാന്. പോസിംഗ് ഒന്നും അറിയില്ല. ഇത് ബോഡി ബിൽഡിംഗ് ആണ്. അപ്പോഴൊന്നും ഇതില്ല, അതായത് ഈ നാറ്റി കോച്ചിന് കീഴിലില്ല. അപ്പം അതങ്ങനെ കഴിഞ്ഞു. പിന്നെ മലപ്പുറം ഇറങ്ങി. അത് നമ്മളെ ജിമ്മത്തെ കോച്ച് പറഞ്ഞു കേട്ടാണ്, BB ഫാം. പക്ഷെ അതിലും ഒന്നും കിട്ടിയില്ല. അതൊക്കെ എന്തൊക്കെ കഴിച്ചു കഴിഞ്ഞാല് തലേ ദിവസം അൽഫാം മന്തി, പിന്നെ 12 പായം. എന്താ വെച്ചാൽ വെയിറ്റ് കൂട്ടാൻ പറഞ്ഞോട്. വെയിറ്റ് കൂട്ടാൻ വേണ്ടിട്ട് അങ്ങനെ നിക്കാതെ കേട്ടാ. കണ്ടീഷൻ നോക്കണില്ല. നമ്മളെ കോച്ചിന് വലിയ ഐഡിയ ഇല്ലേ. നിങ്ങൾ എന്ത് ചെയ്താലും 6 പാക്ക് ഉണ്ടല്ലോ നമ്മളെ കോച്ചിന് വലിയ ഐഡിയ ഇല്ലേ. അതായത് ഈ ബോഡി ബിൽഡിംഗ് പ്രിപ്പിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. അവര് ഇതേപോലെ വെയിറ്റ് കൂട്ടിക്കാണ്ട് ഏറ്റവും വലിയ വെയിറ്റ് കാറ്റഗറി ഇറങ്ങാൻ ആൾക്കാർ കുറവായിക്കാരം കിട്ടും ആ ഒരു മെന്റാലിറ്റിയിലാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പോയിക്കാണ്ട് ചെയ്താണ്. ഓക്കെ, ഒന്നും കിട്ടിയില്ല. പിന്നെ വേറെ മലപ്പുറത്ത് വേറെ ജിമ്മിൽ ഇറങ്ങി, അതും ഇതേപോലെ ഫ്ലോപ്പായി. പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് പോയിക്കാണ്ട് ക്യാഷ് ഉണ്ടായപ്പോ
കോച്ചിനെ ഹയർ ചെയ്തു. അത് ശരി. അപ്പോഴാണ് പഠിക്കുന്ന സംഭവങ്ങൾ. പരിപാടി ഇതാണ് അല്ലേ? പിന്നെയാണ് ഈ പീക്ക് വീക്കിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ ഡയറ്റും പോസിങ്ങും അതൊക്കെ പഠിച്ചത്. പീക്ക് വീക്ക് ശരിക്കും വാട്ടർ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാർബ് നമുക്ക് ചെറുതായിട്ടൊന്ന് കാവൊക്കെ മാനിപ്പുലേറ്റ് ചെയ്താൽ മതി. ഇവിടെ ഭയങ്കര സംഭവം. വെള്ളമൊക്കെ 5 ദിവസമൊക്കെ വെള്ളം കുടിക്കാത്തവരുണ്ട്. എനിക്ക് അറിയുന്ന ഒരാളുണ്ട് 4 മാസമായിട്ട് ഉപ്പ് കഴിക്കാത്ത. മൈൻഡ് കട്ടായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. മസിൽ ഫ്ലെക്സ് ആവില്ലല്ലോ. നോളജിലേക്കാണ്. പല കോച്ചും പല മെത്തേഡിലും പറയണ്ടാവാം. നമ്മളിപ്പോ അനിലേട്ടനാണെങ്കിൽ നമ്മളെ കോച്ച് പറയാ എക്സ്ട്രീം മറ്റേ ഡ്രൈനെസ് എടുത്ത് പോയിട്ട് ഇപ്പൊ സോൾട്ട് ഒക്കെ കട്ട് ചെയ്ത മസിൽ ഫ്ലെക്സ് ആവില്ല. മസിലിന് ജീവൻ വേണമെന്നാ പറയാ. മസിലിന്റെ ആവശ്യത്തിന് വാട്ടർ ഉപ്പും ഒക്കെ വേണം. അല്ലാതെ ടിപ്പിക്കൽ മെത്തേഡ് സ്റ്റീരിയോ ടൈപ്പ് ഫോളോ ചെയ്തിട്ട് കാര്യമില്ല. ഇവിടെ ഭയങ്കര റിസ്ക് അല്ല. ഈ പീക്ക് വീക്കിലാണ് അധികം ആൾക്ക് ബോഡി ബിൽഡേഴ്സും. ഒരു ബോഡി ബിൽഡർ സ്റ്റെറോയിഡ് കുത്തിയിട്ടല്ല ഇത് മരിക്കുന്നത്. ലാസ്റ്റിലേക്കുള്ള ഡ്യൂററ്റിക്സിന്റെ മാനിപ്പുലേഷനില്ലേ അതിലാവും. അതിൽ പെട്ടെന്ന് സ്റ്റേജിൽ നിന്നൊക്കെ ഹാർട്ട് അറ്റാക്ക് അങ്ങനെയൊക്കെ വരായി. അത് ഈ കുറേ ഡ്യൂററ്റിക്സ് ഒക്കെ അനാവശ്യം യൂസ് ചെയ്തിട്ട്. ഇപ്പൊ എന്താ എല്ലാ പരിപാടിയും കഴിഞ്ഞില്ലേ? ഇത് ഷോ ഒക്കെ ഇപ്പൊ ഒരു ഷോ പറയാനൊന്നുമില്ല. ഇനിയിപ്പോ നമുക്ക് പ്രോപ്പറായി ലീനായിക്കാണ്ട് മസിൽ ടിഷ്യൂസ് ബിൽഡ് ചെയ്യാം. നല്ലോണം തിന്നാം. നല്ലോണം തിന്നാ, ഹാർഡായി ട്രെയിൻ ചെയ്യാം. പിന്നെ അതേപോലെ ഓരോരുത്തരെ മീറ്റ് ചെയ്യാം, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഇന്ന് ഫുള്ള് നിങ്ങളുടെ ട്രെയിനിങ്ങാ. ഹലോ ഓൺ. സോ നമ്മളിപ്പോ നിൽക്കുന്നത് FT60, അതായത് നമ്മളെ കോഴിക്കോടത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് വെയർ ഹൗസ് ജിമ്മിലാണ്. അപ്പോൾ ഇത് പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. ലക്ഷ്മൺ ബ്രോ ആണ്. മിസ്റ്റർ സൗത്ത് ഇന്ത്യ, കഴിഞ്ഞ വർഷം മിസ്റ്റർ സൗത്ത് ഇന്ത്യ ജൂനിയർ ടൈറ്റിൽ അടിച്ചാണ് ക്ലാസിക് ഫിസിക്കിൽ. സോ ലക്ഷ്മൺ ബ്രോ അടുത്ത് കേൾക്കാം നമുക്ക്. അലി വിളിച്ചു, നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞു. സോ വെരി ഹാപ്പി ടു ഡു ദിസ്. പിന്നെ ഇങ്ങനെ ഒരു ആംബിയൻസ് ഈ ഒരു ജിമ്മെന്ന് ചെയ്യുമ്പോൾ എന്താ പറയുക, ഡിഫറെൻറ്റ് ഫീൽ. അത്ര വലിയ ജിമ്മിൽ ചെയ്യുമ്പോൾ പിന്നെ ഞാൻ കുറേ മുന്നേ തന്നെ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളാണ്, ബിഗ് ഫാൻ ടു. അപ്പോൾ വളരെ സന്തോഷം ഇങ്ങനെ ഇരിക്കാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. അപ്പോൾ നമ്മളെ വ്ലോഗ് ഷൂട്ടിംഗ് ഇപ്പം ഒരു സീരീസ് പോലെ ചെയ്യാൻ പ്ലാനാണ്. അപ്പോൾ ഇതേപോലത്തെ ഇൻഫ്ലുവൻസേഴ്സിനെയും അതുപോലെ തന്നെ ബോഡി ബിൽഡേഴ്സിനെയും ഒക്കെ കണ്ട് അവരുടെ എക്സ്പീരിയൻസ് നമുക്കും കിട്ടുന്ന രീതിക്ക്, നമ്മളെ എക്സ്പീരിയൻസ് അവർക്കും ഷെയർ ചെയ്തെടുക്കുന്ന രീതിക്ക് ആ ലെവൽക്ക് ഗിവ് ആൻഡ് ടേക്ക് നിലക്ക് അങ്ങനെ പോകാൻ പ്ലാനാണ്. സോ ദിസ് ഈസ് അവർ സെക്കൻഡ് വ്ലോഗ്. ഫസ്റ്റ് വ്ലോഗ് നമ്മൾ ഗൂഗിൾ ബ്രോൻ്റെ ഒപ്പം ചെയ്തു. അപ്പോൾ ലക്ഷ്മൺ ബ്രോൻ്റെ ഒപ്പം രണ്ടാമത്തെ വീഡിയോ ചെയ്യണത്. അതേപോലെ നമ്മൾ ഓരോരുത്തരും മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്കും കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, ഇതിലൂടെ നിങ്ങൾക്കും കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പോൾ അതിനാണ് നമ്മൾ വീഡിയോ ചെയ്യണത്. കുറേ കാര്യങ്ങൾ, ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യുക, അത് കാണുക, അതേപോലെ പഠിക്കുക, അപ്ലൈ ചെയ്യാം. നല്ല കാര്യങ്ങൾ അപ്ലൈ ചെയ്യാം. കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യാം. ഓക്കെ. സോ എന്തായാലും നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്ട്രെച്ചിങ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാൻ പോണത് ആംസ് വർക്കൗട്ടാണ്. സോ ആംസ് വർക്കൗട്ട് ചെയ്യിപ്പിക്കാൻ പോണത് നമ്മളെ ലക്ഷ്മൺ ബ്രോ വികാരം ചെറിയൊരു ബ്രീഫ് വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ഓഫ്കോഴ്സ് ഓഫ് സീസൺ ആണ്. അപ്പോൾ എൻ്റെ വർക്കൗട്ടിൻ്റെ ഇത് വരുന്നത് ഒബ്വിയസ്ലി ഹൈ ഇൻറ്റൻസിറ്റി രീതിയിലാണ് വരിക. സോ അതേ പ്ലാൻ തന്നെ ഒന്ന് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇറ്റ് വിൽ ബി എ നോർമൽ വർക്കൗട്ട്, നത്തിങ് ഫാൻസി എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് വർക്കൗട്ട് പോവാം. ഫസ്റ്റ് ഡംബൽ കേൾ തുടങ്ങി അല്ലേ? യെസ്. ഓൾട്ടർനേറ്റ് ചെയ്തു കേട്ടോ. സോ ഫസ്റ്റ് വർക്കൗട്ട് നമ്മൾ ചെയ്യാൻ പോണത് ഡംബൽ ബൈസെപ്പ് കേൾ. സോ അതാണ് പറയണത്, നമുക്ക് ഫാൻസി ആയിക്കാണ്ട് വെറൈറ്റി എക്സസൈസിന് ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ചെയ്യണ നോർമൽ വർക്കൗട്ട്, അതിൽ പ്രോഗ്രസീവ് ഓവറോട് കൂട്ടി കൊണ്ടുവരാം, ഇൻറ്റൻസിറ്റി കൂട്ടി കൊണ്ടുവരാം. അതിലാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുക. അല്ലാതെ വേറെ വെറൈറ്റി എക്സസൈസ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുന്ന കാര്യം ഉറപ്പൊന്നുമില്ല. സോ സ്റ്റിക്ക് വിത്ത് ദ ബേസിക്സ് ആൻഡ് പ്രോഗ്രസ് ഇൻ ദാറ്റ്. സോ ദാറ്റ് വിൽ ഗിവ് യു റിസൾട്ട്സ്, ഗുഡ് റിസൾട്ട്സ്. ഞാൻ ആംസ് അടിക്കുമ്പോൾ സാധാരണ ചെയ്യല്, അതായത് ഒരു ബൈസെപ്സ് കഴിഞ്ഞ് അതെ അതെ അപ്പോൾ റെസ്റ്റ് കിട്ടും. അതെ അതെ ബൈസിന് റെസ്റ്റ് കിട്ടും, ട്രൈസെപ്സിന് റെസ്റ്റ് കിട്ടും.
കൊല്ലണ്ട. രണ്ട് മാക്സിമം എല്ലാ വർക്കൗട്ടിലും നമുക്ക് മാക്സിമം ബെസ്റ്റ് കൊടുക്കാൻ കഴിയും. ഇല്ല ഡയറ്റിന്റെ സമയത്തൊക്കെ ഈ ഭയങ്കര പെട്ടെന്ന് ദേഷ്യം വരിക അങ്ങനത്തെ ബുദ്ധിമുട്ട് എനിക്ക് പറ്റിയ ഫോൾട്ടാണ്. ഞാൻ അപ്പോഴും പ്രിപ്പയർ ടൈമിലും ഇവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാം ഞാൻ ഇതാക്കി ഉച്ചക്ക് പോകലും ഇതൊക്കെ ചെയ്യാണ്ട്. പക്ഷെ നമ്മളിതാ ഭയങ്കര കണ്ട് എഫക്ട് ചെയ്തത്. എനിക്ക് തീരെ പറ്റൂല. ചില ഓരോരുത്തർക്കും ഓരോ ആറ്റിറ്റ്യൂഡ് ആയിരിക്കല്ലോ. കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് കുറച്ചായിട്ടല്ലേ ഉള്ളൂ. പക്ഷെ കോമ്പറ്റീഷൻ ഞാൻ ബെസ്റ്റ് കണ്ടീഷൻ എത്തിയിട്ടില്ല. നീ കട്ട് ചെയ്യാണ്ട് ഈ ഒരു 1 month കൂടി കിട്ടിയെങ്കിൽ ഡ്രൈനെസ്സിൽ ഇറങ്ങിയല്ലേ ലെഗ് സെപ്പറേഷനെ ഒന്നും കൂടി എങ്ങനെ വാട്ടർ മാനിപ്പുലേഷൻ മാത്രമേ ഉള്ളൂ. കാപ്സ് 3 ദിവസം ഡിപ്ലീറ്റ് ചെയ്യും, ലോഡ് ചെയ്യും, പിന്നെ 2 ദിവസം ലോഡ് ചെയ്യും. ചിലപ്പം ഫസ്റ്റ് ലോഡ് ചെയ്യും, പിന്നെ ഡിപ്ലീറ്റ് ചെയ്യും, ലാസ്റ്റ് ഫോംഷാന്ന് മാത്രം ലോഡ് ചെയ്യും. നമുക്ക് കോച്ചിങ് നോക്കിയിട്ട് ബോഡി കണ്ടീഷൻ നോക്കും. നാളെ കുറച്ച് കാപ്സ് കയറ്റിക്കോ, ഇന്ന് ഇത്ര കാപ്സ് മതി. അങ്ങനെ ചെയ്യേണ്ട ശരിക്കും ഡെയിലി ചെക്ക് ഇൻ ചെയ്തിട്ട് എന്താക്കണം. ബോഡി ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളെ ഫ്ലാറ്റ് ആണ് വെച്ചാണ്ട് കാപ്സ് കുറച്ച് കയറ്റി കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ചൊക്കെ സ്പിൽ ഓവർ ആയിക്കാണ് വാട്ടർ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്യുക. അതൊക്കെ ഇങ്ങനെ ഇതാക്കണം. ഫുൾ പ്രീ പ്ലാൻ ചെയ്ത് വെക്കും. പ്രീ പ്ലാൻ ഒരിക്കലും നടക്കൂല. നമ്മള് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മാറുക എന്നല്ലാണ്ട് കോച്ച് പറയണ കേൾക്കുക, ചേഞ്ച് ചെയ്ത് കൊടുക്കുക. പ്രീ പ്ലാന്റ് പണ്ടത്തെ ടിപ്പിക്കൽ രീതി എന്ന് പറഞ്ഞാൽ കാർബർ ഒറ്റ എടുക്കല കഴിഞ്ഞു. പിന്നെ 2 മാസമൊക്കെ 0 കാർബ് ഇട്ടോളാം. 20 എടുക്കലേ 20 ഞാൻ 15 എടുക്കാം. 20 പോല 20 എത്തിയിട്ടില്ല. പണ്ടൊക്കെ എടുത്തിന്. ഇപ്പൊ ഇനി ബൾക്ക് ചെയ്ത് തരുമ്പോ ശരിയാവും. 3 4 5 6 7 8 9 10 11 12 ഓക്കെ. ഇവിടെ ചെറിയ ലിഫ്റ്റ് കൊടുക്കൂലേ, മാക്സിമം കോൺട്രാക്ഷൻ കിട്ടും. ലിഫ്റ്റ് ചെയ്ത് മുകളിലേക്കാ, നല്ല മുകളിലേക്ക്. ബൈസെപ്സ് ഏറ്റവും മാക്സിമം ഒക്കെ എങ്ങനെ കേൾ ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ഒക്കെ കേള് നല്ലോണം ഫീൽ ചെയ്യണം. അങ്ങനെ ബൈസെപ്സ് വളരെ മാക്സിമം മുകളിലേക്ക് വരും. അത്രയും വേണേ ഇവിടെ ചെറിയ ലിഫ്റ്റ് അതിനാ ആര് പൊക്കി കൊടുക്കാം. അതന്നെ അടിപൊളി. Yes. Come on. See. Yep. Yes. Come on. See. Yes. Come on. Boom. Yep. Yes. ഒരാൾക്കാർ അടിക്കുന്നതാണ്. അടി മൊമെന്റ് യൂസ് ചെയ്താലേ നമുക്ക് മസിൽ ഊരൊക്കെ കിട്ടുന്നല്ലാതെ. അതൊക്കെ ഇവർക്ക് നടക്കും. കെവിൻ ലെബ്രോൺ, റോണി കോൾമാൻ ഒക്കെ പറ്റും. ഓരെ കണ്ട് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. എനിക്ക് കുറെ ക്വസ്റ്റ്യൻ വരുന്നതാണ് ഇത്. അർണോൾഡ് അടിക്കുന്ന സീറ്റ് ഡ്രോ കണ്ടിട്ടുണ്ട്. അർണോൾഡിന്റെ ജീൻ എന്ന് പറഞ്ഞാൽ എവിടെയാ കിടക്കുന്നത്? അവർക്ക് അതിൽ റിസൾട്ട് ഉണ്ടാവും. എത്രാമത്തെ വയസ്സ് സ്കൂളിൽ പഠിക്കുന്ന ടൈമിലെ ബോഡി ഉണ്ടാവും. അതല്ലല്ലോ ബാക്കി നോർമൽ പീപ്പിളിന്റെ ബോഡിയാണത്. അതെ. അതൊന്നും കണ്ടിട്ട് നമ്മളായിട്ട് കാര്യമില്ല. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, ചില ആൾക്കാർക്ക് ഏത് വർക്കൗട്ട് പ്ലാനാണ് നല്ലത്, ഇത് ചെയ്താൽ മതിയോ, അവർക്ക് ഏതാ വർക്കാവുക അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ തന്നെ ക്ലയൻസിന് റിപ്ലൈ കൊടുക്കലില്ല. അങ്ങനത്തെ പണ്ട് പറഞ്ഞു കൊടുക്കും. പക്ഷെ ഇവർക്ക് എത്ര വേണം മനസ്സിലാവില്ല. വർക്കൗട്ട് ചെയ്യേണ്ടി ഇവിടെ കുറച്ച് ഫാറ്റ് ഉണ്ട്, ഏത് എക്സസൈസ് ചെയ്യേണ്ടി, ഏതാ ബെസ്റ്റ് വർക്കൗട്ട്, ആ ഡയറ്റ് ഫോക്കസ് ചെയ്യാ. നമ്മൾക്ക് വേറെ വർത്താനം ഒരു സൈഡിൽ കൂടെ ഒരു ജാടയാണ് ആളായി അതുണ്ട്. പക്ഷെ ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ പറയും വർക്കൗട്ട് മാത്രമാണ് ഞാൻ എത്ര രൂപയാണ് ചാർജ് ചെയ്യുന്നത് പറയും. കണക്ക് എന്താ 2 വർക്കൗട്ട് ചെയ്ത് തരാൻ എത്ര പൈസ ആണോ? ഞാൻ ഇവിടെ കൊല്ലങ്ങളോളം കിടന്ന് കിളച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതും പറ്റിയില്ലെങ്കിൽ വരും. ഏറ്റവും ബെസ്റ്റ് ചെയ്യുന്ന പരിപാടിയാ റിപ്ലൈ കൊടുക്കാനേ മതി.
നമ്മൾ എന്ത് പറഞ്ഞാലും പ്രശ്നമാണ്. 1 2 20 ഇവിടെ ready 1 2 20 പോ. ഓക്കെ ലാസ്റ്റ് അതോടി അതോടി അയ്യോ See? പോട്ടെ ഫെയിലിയർ വരെ പോട്ടെ. Come on. See? Yep. Yes. പോ ഫെയിലിയർ വരെ ഒന്നുകൂടെ പോ. ബൈസെപ്സ് കൊടുക്കല്ലേ? അതോടി ഞാൻ ഓവർ ഹെഡ് എക്സ്റ്റൻഷൻ കൊടുത്താലോ? ready 40 വൈഡാക്കി വെക്കണ്ടേ ക്ലോസ് അല്ല അതിൻ്റെ കംഫർട്ടോ. 1 2 ഫുള്ള് താഴത്തേക്കാ റിലീസ് ചെയ്താ. 3 നൈസ്. ഒന്ന് പൊന്തിക്കണം. 12 30 40 50 സോ ഇതൊക്കെ വാം സെറ്റാണ്. 2 വാം സെറ്റും 2 ബാക്കി സെറ്റാണ്. അതായത് വാം സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ബ്ലഡ് ഫ്ലോ കൂടി കിട്ടും, ആ ഒരു മസിൽസ് ഒന്ന് റെഡി ആയി കിട്ടും. പിന്നെ 2 സെറ്റ് നമ്മൾ ഓൾ ഇൻ അതായത് ഫെയിലിയർ വരെ 2 സെറ്റ് ചെയ്യും. അതിലാണ് ശരിക്കുള്ള ഗ്രോത്ത് സംഭവിക്കുക. ഓക്കെ ഗ്രോത്ത് വരിക 2 സെറ്റിലാണ്. പാർഷ്യൽസ് ഒക്കെ പുഷ് ചെയ്യുമ്പോൾ നിങ്ങൾ 10 എണ്ണം അടിച്ചിട്ട് 10 എണ്ണത്തിൽ നിർത്തുകയാണെങ്കിലല്ല, 3 എണ്ണം എക്സ്ട്രാ പാർഷ്യൽസ് ആയിട്ട് എടുക്കുമ്പോഴാണ് ലൈക്ക് നേരത്തെ ഡംബൽ കേൾ തന്നെ നമ്മൾ പാർഷ്യൽസ് എടുത്തില്ലേ, ഏറ്റവും മസിൽ ഗ്രോത്ത് വരായില്ല. എനിക്ക് പിന്നെ എപ്പോഴും 6 പാക്ക് അല്ലേ എന്ത് തിന്നാലും. ആപ്സ് അത്രക്കും ഡിഫൈൻഡ് ആണ്. അതായത് അതെ അത്രക്കും അത് ചെറുപ്പത്തിലെ കളിച്ച് നല്ലോണം ഇതാക്കിയാണ്. ഈ ഒബ്ലീക്സിന്റെ ജീന് ഭയങ്കര, അതുകൊണ്ടാണ് ഇത്ര കളിച്ചാൽ പോവാത്തത്. എനിക്ക് കോമ്പറ്റീഷൻ കഴിഞ്ഞ് ഒരു ദിവസം തിന്നാ മതി, വാട്ടർ ഇങ്ങോട്ട് കയറി ഏകദേശം പരിപാടി ആയി. ഇതേപോലെ അന്ന് എത്ര കഴിച്ചാൽ അറിയോ? ആ കോൺസ് കഴിഞ്ഞാൽ അവിടുന്ന് അന്ന് രാത്രി പോയി കാണണ്ട് കോൺ ഐസ്ക്രീം പിന്നെ നുറുക്ക്, അത് ഹോട്ടലിലേക്ക് സാധനങ്ങൾ മൊത്തം വാങ്ങിക്കൊണ്ടുപോയാണ്, കുക്കീസൊക്കെ കൊണ്ടുപോയാണ്ട് അവിടെ ഇങ്ങനെ ഇരുന്നിങ്ങനെ തിന്നായിരുന്നു. ഫുഡ് പോയ്സൺ ഇല്ല അവിടുന്ന് അത് നോക്കിയാൽ മതി. അതായത് കഴിച്ചു അവിടുത്തെ ബെസ്റ്റ് ഡിഷ് എന്തോ ബീഫ് കീമ അങ്ങനത്തെ സംഭവം, കീമ ചിക്കൻ കീമ ബീഫ് കീമ. അത് ട്രൈ ചെയ്ത് നോക്കി. അത് ഇതേപോലെ ക്വാണ്ടിറ്റി നോക്കി കഴിച്ചു, ഓവറെ കഴിക്കാതെ ആവശ്യത്തിന് മാത്രം. എല്ലാരും ഓവറെ കഴിക്കും, ക്വാണ്ടിറ്റി നോക്കാതെ. എന്നെ ഉപദേശിക്കുന്നത് ഞാനും ഓവറായിട്ട് അപ്പോഴാണ് കുഴപ്പം, അപ്പോഴാണ് വയറും പണിട്ടിലും അതേപോലെ പോയ്സണിങ് സാധനങ്ങളൊക്കെ വരാം. പക്ഷെ ആ ഒരു ക്വാണ്ടിറ്റി നോക്കിയാണ് ആവശ്യത്തിന് മാത്രം കഴിച്ചു കഴിഞ്ഞാല് കുഴപ്പമില്ല. ഞാനെപ്പോഴും അത് അതുകൊണ്ടാണ് ഇന്ത്യ ആപ്സ് അത്രക്ക് പെട്ടെന്ന് ഫെയ്ഡ് ആവാത്ത. ഞാൻ ഈ സീസൺ കഴിഞ്ഞ സീസണൊക്കെ ഭയങ്കര ഡേർട്ടി വേൾഡ് കപ്പ് 14 ദിവസം വർക്കൗട്ട് വിട്ടിട്ട് ഞാൻ ഫുൾ മധുരം കഴിയില്ല. എനിക്ക് എപ്പോ നോക്കിയാൽ എന്റെ മൈൻഡ് കാലറീസ് ഉണ്ടാവും. അതാണ് കാലറീസും പ്രോട്ടീനും ഉണ്ടാവും. അപ്പൊ ഹൈ പ്രോട്ടീൻ ആയിക്കാണ്ട് കാലറി കുറഞ്ഞ ആ ഒരു മീല് ആ ലൈക്കാണ് ചൂസ് ചെയ്യാം. പക്ഷെ എന്നാൽ ഇടയ്ക്ക് നമ്മള് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുകയും ചെയ്യും. അതൊരു ബാലൻസ് വേണമല്ലോ ലൈഫിൽ. ബാലൻസ് കീപ്പ് ചെയ്യും. അല്ലാതെ ഇപ്പൊ കാര്യമില്ല. 8 9 10 1 ഷോർണായിട്ട് കമ്പയർ നോക്കുമ്പോ അങ്ങനെ ആംസ് പറയാം, വൈസ് പ്രൈസ് രണ്ടും ആണ്. ഈ പോസ് ഭയങ്കര ആ ഒരു ഇതിക്ക് എത്തിക്കണം. ബാക്കിയുള്ള മസിൽസും ഷോൾഡറും ബാക്കിന് മെയിൻ ആയിട്ട് എനിക്ക് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, മേജർ, അത് ഭയങ്കര വീക്കാണ്. എനിക്ക് എന്തായാലും ആ ഒരു അതുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന സമയത്ത് എന്റെ കോച്ച് എന്റെ അടുത്ത് പറഞ്ഞ സൈഡിൽ നിന്നുള്ള ഡെൻസിറ്റി ഇല്ലേ, നമ്മൾ തിരിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോ ഗ്ലൂട്ട്സ് ഹാംസ്ട്രിങ് നീ പറഞ്ഞ ബാക്ക് മസിലും ഇങ്ങനെ നിൽക്കുമ്പോ ട്രാപ്സ് നിൽക്കുമ്പോഴാണ് സൈഡിൽ നിന്ന് ഡെൻസിറ്റി തോന്നും. സൈഡ് ചെസ്റ്റ് പിടിക്കുകയാണെങ്കിൽ തന്നെ ആ സാധനം സൈഡിൽ നിന്ന് വൺസ് യു ബിൽഡ് വോളിയം ഫ്രം ദ സൈഡ് പിന്നെ പിടിച്ചാൽ കിട്ടില്ല. ഭയങ്കര രസമായിരിക്കും സ്റ്റേജ്. ഞാനൊക്കെ അതാ ഈ ഓഫ് സീസണിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. കഴിഞ്ഞ സീസണൊക്കെ സൈഡിൽ നിന്ന് വളരെ കുറവായിരുന്നു.
1 2 ഫസ്റ്റ് വർക്കിംഗ് സെറ്റ് ആണ് 4 5 ആ ഒരു ലോങ് ഹെഡ് അതാണ് ഫോക്കസ് ചെയ്യുന്നത്. അതാണ് ട്രൈസെപ്സിന്റെ മെയിൻ പാർട്ട്. പല വീഡിയോസും കാണുന്ന സംഭവമാണ്. അതായത് സോ അത് ഫോക്കസ് ചെയ്യാൻ ചെയ്യണപ്പോ വെയിറ്റ് കുറക്കല്ലേ? ഓക്കെ അടിച്ചാൽ മതിടാ. 92 ഫോം ഫ്ലെക്ഷൻ കോൺട്രാക്ഷൻ 10 അറപ്സാ പോയത്. ഇത് മതി മതി. അപ്പൊ എന്തായാലും ഇതിലും 10 12 നോക്കിയാൽ മതി. ബാക്കി പാഴ്സൽ എടുത്താൽ മതി. യെസ് 1 യെസ് അടി 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 തൂത്തണം 10 ലോഡായി നല്ല സെറ്റ് എന്തോ കളി. ഒരു കൈ എന്തോ ഇങ്ങനെയും ഒരു കൈ ഇങ്ങനെ പിടിച്ച് ആണല്ലേ. ആര് ടൈറ്റിലൊക്കെ അല്ലേ ഇതില്? ICNന്റെ ടൈറ്റിൽ ആരാ അടിച്ച്? ബോഡി ബിൽഡിംഗിൽ അറിയില്ല. ക്ലാസിക് വിസിയിൽ രോഹിത് ചൗഹാൻ. അതിന് മറ്റേ ഹർഷനും സെക്കൻഡ് കിട്ടി. പ്രോ ക്വാളിഫയറിന്റെ ഇത് കിട്ടി. പിന്നെ മെൻ ഫിസിക്കിൽ എന്തോ ഒരു റോഷൻ എന്ന് പറയുന്ന ഉണ്ട്. ഓനക്കാണ് ഫസ്റ്റ് കിട്ടിയത്, പ്രോ കാർ കിട്ടിയത്. പിന്നെ പ്രോ ക്വാളിഫയർ കിട്ടിയത് ആവശ്യമുണ്ട് ഒരു ഇൻഫ്ലുവൻസർ ഉണ്ട് ഓനക്ക്. ഇതൊക്കെ എന്താ വെച്ചാല് കൊറേ ഇപ്പൊ നിന്നെ പോലത്തെ ബോഡി ബിൽഡേഴ്സ് ഇല്ലേ, നിങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഫേക്ക് നാറ്റീസ് കാരണം. അവര് വെറുതെ പറഞ്ഞു വരുമ്പോഴേ അപ്പോൾ അവിടെ ഒരു അനാവശ്യ കമ്പാരിസൺ വരും. ശരിക്കും നാച്ചുറൽ ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇവരൊരു ബുദ്ധിമുട്ടുണ്ട്. 1 2 3 4 ഇത് നാളെ ആരായില്ലേ? എല്ലാ കോച്ചുകളും പറയണ്ടത്. ഈ 5 ഡ്രഗ് ഫ്രീ പോളിസി ഉണ്ട്. 5 വർഷം ഡ്രഗ് യൂസ് ചെയ്യാവുന്നവർക്ക് കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഒഴിവാക്കാം. ലൈഫ് ടൈം നാച്ചുറൽസ് മാത്രം. എന്നാലും അവിടെയും വരും. അതാണ് ഒരു ലോഗോണ്. അതല്ലേ ബി നാച്ചുറൽ കോമ്പീറ്റ് നാച്ചുറൽ ഉണ്ട്. അത് ചെയ്യുന്നവരായി ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. ഇനി 5 ഡ്രഗ് ഫ്രീ പോളിസി വേസ്റ്റ് ആണ് ശരിക്കും. അല്ലെങ്കിൽ എല്ലാ കൊല്ലവും തുടക്കും കോമ്പറ്റീഷന് ടൈമും ടെസ്റ്റ് ചെയ്യാം. അതായത് ഒരു പോയിന്റ് ഇപ്പൊ ഒരു ഓഫീസ് ഡ്രഗ് ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത് ആണല്ലേ. റാൻഡം ആയി പോയിക്കാണ്ട് ചെയ്യാം. അതന്നെ WNBF ഉണ്ട് ആണല്ലേ. ഇത് പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത സമയത്ത് WNBF ആണ് ഈ ICNന്റെ കാര്യം കുറച്ച് മേലെ നിൽക്കുന്നത്. വേൾഡ് വൈഡ് ഫെഡറേഷൻ ആണത്. ICN ആണ്. പക്ഷെ എന്നാലും WNBF ഒന്നുകൂടി ഒരു പവർ ഉണ്ട്. കട്ട് നല്ല ഉണ്ട്. റയർ ഡെൽറ്റിന് ഇങ്ങോട്ട് ഇപ്രാവശ്യം ശരിക്കും ആ ഫൈബർ വന്ന് ട്രൈസെപ്സിന്റെ ഫൈബർ ഉണ്ടല്ലോ ഇപ്രാവശ്യം വന്നി ഇപ്പോൾ ചെറുതായിട്ടുണ്ട്. വരെ ഇപ്രാവശ്യം ശരിക്കും വന്നത്. കഴിഞ്ഞ വർഷം വന്നിട്ടില്ല. ഈ ട്രിപ്പിൽ വന്ന് നല്ല ശരിക്കും വന്ന് ഇവിടെ വന്ന് ട്രൈസെപ്സ് ഷോൾഡറിനെ ഇങ്ങനെ പിടിക്കാൻ പറ്റ ഇങ്ങനെ ഓരോ ഫൈബർ എടുത്തെടുത്ത് കണ്ടീനി. 1.5 കൊല്ലല്ലേ ബ്രേക്ക് പറഞ്ഞ. ഈ ശരിക്കും ആ ടൈമിനൊക്കെ ഈ സമയമാകുമ്പോ ഒന്ന് കട്ട് ചെയ്തോണ്ടു. ഫാറ്റിന്റെ മാത്രല്ല കട്ട് ചെയ്ത് വന്നിട്ട് അവിടുന്ന് സർപ്ലസിലേക്ക് കയറുമ്പോ മസിലിന് ഒരു ഗ്രോത്ത് വരാണ്. ഇയർ ബൈ ഇയർ എനിക്കാണെങ്കിലും 6 months ഉണ്ടാക്കിയിട്ട് പിന്നെ ഒരു 3 months കട്ട് ചെയ്യാം. മറ്റേ ഡ്രൈ ആക്കണ്ട. ബാലൻസ് 15% 20% ആ ബോഡി ഫാറ്റ് നമ്മൾ 5% ഒരു 10 താഴെ ലെവലിലേക്ക് കൊണ്ടുവന്നാലും കുഴപ്പമില്ല. 5-ന് താഴത്ത് പോവാൻ നോക്കിയാൽ മതി. മറ്റേ സ്റ്റേജ് റെഡി ആവണ്ട. നല്ല രീതിയിൽ ചെയ്യുമ്പോ നമുക്ക് ഇയർ ബൈ ഇയർ ഗ്രോത്ത് ഭയങ്കരമായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഒരു സ്ഥലത്ത് സ്റ്റക്ക് ആവില്ലെങ്കിൽ ഇപ്പൊ ബൾക്കിംഗ് ഫേസ് ആയാലും നമ്മളെ കാലറി ഇങ്ങനെ സർപ്ലസ് പോയ സ്ഥലത്ത് നിന്ന് പോകും ഗ്രോത്ത്.
അത് ഉണ്ടാവില്ല. അത്ര ലോങ് ബ്രേക്ക് എടുക്കുന്നവർ ചെയ്യാൻ അങ്ങനെയാ പെൻ ഡൗൺ ആയിട്ട് പോകും. അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് നല്ല യൂസ്ഫുൾ ആയിരിക്കും. നാച്ചുറലും കൂടി അല്ലേ. 1, 2, 30, 40, 50. സോ വാം സെറ്റ് ആണ്. ട്രൈസെപ്സിന് വർക്കൗട്ട് കഴിഞ്ഞു, ബൈസെപ്സിന് വർക്കൗട്ട് കഴിഞ്ഞു. ഇത് ബൈസെപ്സിന് രണ്ടാമത്തെ വർക്കൗട്ടാണ്. So this is one of our favorite workout. എനിക്ക് ഇഷ്ടപ്പെട്ട വർക്കൗട്ടാണ്. കോൺസ്റ്റന്റ് ടെൻഷൻ കിട്ടുകയും ചെയ്യും. നല്ല വെയിറ്റ് ലോഡ് ചെയ്യാൻ കഴിയും. 3, 4, 5, 6, 7. ഞങ്ങളുടെ കുറച്ച് ഈസിയാണ് സത്യം പറഞ്ഞത്. ബോഡി ബിൽഡിംഗ് നിങ്ങൾക്ക് ഡയറ്റ് അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ക്രോസ് ഫിറ്റിന്റെ ആൾക്കാരെ ഈ ബോഡി ബിൽഡേഴ്സ് കാണുമ്പോൾ ഒരു പുച്ഛം ഉണ്ടാവും. അതേപോലെ തന്നെ ബോഡി ബിൽഡേഴ്സിനെ കാണുമ്പോൾ ഈ ആൾക്കാർക്ക് വേറൊരു പുച്ഛം ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും ഇല്ലാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, അതായത് രണ്ടും കൂടി ബാലൻസ് ചെയ്ത് കാണുന്ന സിറ്റുവേഷനാണ് ഇവിടെ ഇവർ അച്ചീവ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അതിനുള്ള സെറ്റപ്പും അതേപോലെ തന്നെ ഇതിൻ്റെ സെറ്റപ്പും രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചിരുന്നത്. രണ്ടും വേണം. 8, 4, 9. ഈ വെയിറ്റ് ഒന്നും ആക്കിയില്ലല്ലോ. ഞാൻ കുറച്ച് രണ്ടെണ്ണം കുറച്ചു. ബൈസെപ്സ് അടിക്കുമ്പോ ഫ്ലെക്സ് ചെയ്യരുത്, ഇത് കിട്ടൂല ഒന്നും. ചെയ്യുമ്പോ രസല്ലേ, ആണ് ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഫീല് വരും. ബൈസെപ്സ് നല്ല ഇതില്ലാതെ സൈസ് ഉണ്ട് എനിക്ക്. ഇപ്പൊ കുറഞ്ഞാണ്, ആ പ്രിപ്പ് ചെയ്താണ്ട് സൈസ് കുറഞ്ഞു. എനിക്ക് എന്റെ ഫോർആം സെറ്റ് ഗിഫ്റ്റഡ്. പക്ഷെ ഞാൻ ട്രെയിൻ ചെയ്യലില്ല. ഞാനും ഇതുവരെ ചെയ്തില്ല. എന്റെ അമ്മയ്ക്ക് നല്ല മസിൽ മാസ് ഉണ്ട് ഇവിടെ ജനറ്റിക്കലി. നമ്മള് ഓൾറെഡി ഈ ബാക്കും ഇതൊക്കെ ചെയ്യണ തന്നെ പൈസ സെപ്പറേറ്റ് ആയിട്ട് ഞാനും ഇതുവരെ ട്രെയിൻ ചെയ്തു. പിന്നെ ഇപ്പൊ തീരെ ഡെവലപ്പ് ആകാൻ കാരണം എന്ന് വെച്ചാല് സ്ട്രാപ്പ് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യും. ബാക്കിന് ഒന്ന് യൂസ് ചെയ്യും, കാരണം ആ മാക്സിമം ടെൻഷൻ ബാക്കിന് ഇട്ടാൻ വേണ്ടിട്ട് പെട്ടെന്ന് ഇവിടെ. സോ ഇത് ലാസ്റ്റ് സെറ്റ് ആണ്. 2 സെറ്റ് നമ്മൾ വാമപ്പ് അടിച്ചു. ഒരു സെറ്റ് വർക്കിംഗ് കഴിഞ്ഞു, രണ്ടാമത്തെ വർക്കിംഗ് സെറ്റ് ആണ്. Oh yeah. See you. 1, 2, nice. 3. വലിക്ക്. Yep. Yes. Oh. സാധാരണ നമ്മൾ ബൈസെപ്സ് കളിച്ച് കഴിഞ്ഞാല് ഫ്ലെക്സ് ചെയ്യാൻ കഴിയില്ല. ലാസ്റ്റ് എടുക്കല്ലേ. ഇനി അതെ നമുക്ക് പുഷ്ടാണ്. ഇപ്പൊ ട്രൈസെപ്സിന്റെ അടുത്ത വർക്കൗട്ട് നമ്മൾ ചെയ്യുന്നത് സൂപ്പർ സെറ്റ് പോലെയാണ്. അതായത് ഒരു വർക്കൗട്ട് നമ്മള് ബൈസെപ്സ് ചെയ്തു, പിന്നെ ഒരു വർക്കൗട്ട് നമ്മള് ട്രൈസെപ്സ് ചെയ്തു, പിന്നെയും ബൈസെപ്സ് ചെയ്തു, ഇനി വീണ്ടും ട്രൈസെപ്സ് നമുക്ക് പോവാണ്. അപ്പോൾ അതൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ പോകണത്. അപ്പോൾ ബൈസെപ്സ് ചെയ്ത് കാണിച്ചു. ട്രൈസെപ്സ് ചെയ്യുമ്പോൾ നമുക്ക് ബൈസെപ്സിന് റെസ്റ്റ് കിട്ടി. പിന്നെ അടുത്ത വർക്കൗട്ട് നമുക്ക് ബൈസെപ്സ് മാക്സിമം ഇതിൽ ട്രെയിൻ ചെയ്യാൻ കഴിയും. അതൊക്കെ രണ്ടിനും ആവശ്യം റെസ്റ്റും കിട്ടും, ആവശ്യം ഇൻറ്റൻസിറ്റിയും കിട്ടും. അപ്പോൾ അടുത്ത വർക്കൗട്ട് പോവാ. പുഷ് ഡൗൺ. 3, 4, 5. 1, 2, 3. Good. 4, 5, 6, 7, 8, 9. Come on. That's right. Okay.
ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ നാച്ചുറലി. ടൈം ക്ഷമ, ഇൻവെസ്റ്റ്മെന്റ് ആണ്. 5 2 3 4 8 9 10. ഓക്കെ ഇവിടെ 10 ഇവിടെ ഇവിടെ 4 അപ്പോ ലാസ്റ്റ് സെറ്റ് ആണ്, ലാസ്റ്റ് വർക്കിംഗ് സെറ്റ്. സോ 2 nice. One. Yeah. Wow. Price Bombay. Oh. ഷോൾഡർമാ കട്ട് വരാന്ന് പമ്പ കാണൂല. അപ്പൊ 5 ഔട്ട് ആണ്. കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ എത്രയായി? കോമ്പറ്റീഷൻ 5-ാം തീയതി. 5-ാം തീയതി ഇപ്പൊ 20 വയസ്സായി. കറക്റ്റ് ഫേസ് ആയി. റീബൗണ്ട് ഫേസ് കറക്റ്റ് പിടിച്ചാലേ നല്ല ഗ്രോത്ത് വരും. ഈ കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ടൊരു ഫേസ് ഉണ്ടാവില്ലേ, ആ ഫേസിൽ നമ്മള് വിടലല്ലോ ഇവിടെ. ഞാൻ വിട്ടില്ല, ഞാൻ കൺട്രോൾ ചെയ്ത് പ്രോട്ടീൻ ഇൻടേക്ക്. എനിക്ക് 6 മാസം കഷ്ടപ്പെടുന്നതിന്റെ അത്ര മസിൽ ഈ ചുരുക്ക സമയം കൊണ്ട് 8 ആഴ്ച കാട്ടി കഴിഞ്ഞ. അത് ഐസിൻ ചെയ്തോണ്ട് മറ്റു കോമ്പറ്റീഷൻ കഴിഞ്ഞ് ഞാൻ വിട്ടുകാണ്ട് ആകെ ഐസിൻ ചെയ്തോണ്ട് എനിക്ക് അടുത്ത പ്രാവശ്യം പ്രോക്കർ അടിക്കാനുള്ള ആ ഒരു മൈൻഡ് വന്ന്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പിന്നെ ഫോക്കസ്ഡ് ആയിരിക്കും. എന്തായാലും എവിടെ പോയാലും പ്രോട്ടീന് ഇൻടേക്ക് ഫില്ല് ചെയ്യാം, കാലറീസ് ലിമിറ്റിൽ വെക്കാം. ഒരു ചെറിയ സർപ്ലസ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഈ കോമ്പറ്റീഷൻ ഓരോ ഇയർ കട്ട് ചെയ്തിട്ട് പിന്നെ കാലറിയിലേക്ക് കയറുമ്പോ ഒരു ഗ്രോത്ത് കിട്ടാൻ വർക്കൗട്ട് ആണെങ്കിലും സാധാരണ കോമ്പറ്റീഷൻ കഴിഞ്ഞാൽ ഒരു ആഴ്ച റെസ്റ്റ് എടുക്കാൻ. പക്ഷെ ഇത് കോമ്പറ്റീഷൻ കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും. അതാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ ഓഫ് പോകും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു 1 വീക്ക് വർക്കൗട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലേ. കഴിഞ്ഞ ഞാൻ നല്ലോണം കട്ട് ചെയ്തു. ബോഡി ഫാറ്റ് ഒരു 3% അടുത്തേക്ക് എത്തി. അത്രയും കട്ട് ചെയ്തീന്. അപ്പൊ പ്രാവശ്യം അത്രക്ക് ആയിട്ടില്ല. അതുകൊണ്ട് പിന്നെ എനർജി കുഴപ്പമില്ല. അതുകൊണ്ട് പിന്നെ നേരെ ട്രെയിനിങ് ഇറങ്ങാൻ പറ്റി. ഭയങ്കര ഇതാണ് ഐസിഎന്റെ കണ്ടീഷനാണ് മെയിൻ. അത് പക്ക സെറ്റ് ആയി കഴിഞ്ഞാല് അടിപൊളിയാവും. എൻ്റെ ഒരു വീക്കുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഒറ്റ കോമ്പറ്റീഷനാണ് അത്ര കട്ട് ചെയ്തത്. ഫസ്റ്റ് മിസ്റ്റർ കാലിക്കറ്റ് ഇറങ്ങിയ സമയത്ത് സ്കൾ ഫേസ് ആയിട്ട് ഇറങ്ങി. എൻ്റെ മാക്സിമം കണ്ടീഷൻ വന്നു. ഇപ്പോഴുള്ള സൗന്ദര്യം ഒന്നും ഇല്ലേ, ചിരിക്കുമ്പോഴൊക്കെ കണ്ടോണ്ട് നീ ഒന്നും ഇല്ലേ. ആൾക്കാർ എന്താ ചോദിക്കും, അമ്മേന്റെ വീട്ടുകാരൊക്കെ ചോദിക്കും എന്താ എനിക്ക് വയ്യ. ഇരിക്കുമ്പോഴൊന്നും ഒന്നുമില്ല. എനിക്കിഷ്ടമുള്ള ചെയ്തോളം പറയാം. അത് ഫസ്റ്റത്തെ ആഴ്ചയുണ്ടല്ലോ, ലാസ്റ്റത്തെ ആ ഒരു 6 days സെഷൻ ഞാൻ ആദ്യം ഇങ്ങനെ പിടിച്ചത് ഞാൻ അത് മാറിക്കാണ്ടാണ് ഈ ലെഫ്റ്റ് നമുക്ക് ആ ഷിഫ്റ്റും അതുപോലെ തന്നെ ആ ഒരു ലാറ്റ് ഓപ്പൺ ചെയ്യലും ഷോൾഡർ എൻഗേജ് ചെയ്യലും എല്ലാ സംഭവങ്ങളും പെർഫെക്റ്റ് ആയിരുന്നു. അത് ലെഗിന് പൊസിഷൻ ലെഗൊക്കെ കുറെ പേര് ഇങ്ങനെ വെക്കും, ഇങ്ങനെ വെക്കും. ജസ്റ്റ് ആ വീട്ടിൽ കാണിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് ടിപ്സ് ടെസ്റ്റ് ചെയ്യാം. റിലാക്സ് ചെയ്ത് കൊടുക്കുക.
ചാമാണ് എൻസിസി എന്ന് പറഞ്ഞാൽ ചാമിൽ കാണും. പോയതാണ് നമ്മൾ ജിമ്മിൽ ആ മെഷീനില്ല, ആ ഒരു ബാക്ക്ബോളിലാണ് മെഷീനില്ല, ക്യാബിളില്ല, ഇത് സാധാ ഒരു മെഷീൻ കിട്ടില്ല. അപ്പം ഞാൻ മെഷീന് ജിമ്മ് പോയി കാണുന്ന ബാക്ക് കളിക്കണം. നമ്മളവിടെ എല്ലാം ഉള്ളൊരു ജിമ്മ് വളരെ. സോ ബൈസെപ്സിന് ലാസ്റ്റ് വർക്കൗട്ടാണ് നമ്മൾ അടിക്കാൻ പോണത്. ഹാമർ കേൾസ്. അത് നോർമൽ ഹാമർ കേളുള്ള ഉള്ളിക്ക് നമ്മളെ ഈ സംഭവം ഫോക്കസ് ചെയ്തിട്ട് 1 2 3 4 ഇതിപ്പോ ഒരു സെറ്റും കൂടെ അല്ലേ നമുക്ക് കഴിഞ്ഞോ? വർക്ക് സെറ്റ് 20 ചെയ്തില്ലേ? ആ ഇനി എത്ര ചെയ്തു? ഞാൻ 20 ചെയ്തു, ഇനിയിപ്പോ 15 ചെയ്യാൻ പറ്റുള്ളൂ. വെയിറ്റിലൊന്നും വലിയ കാര്യമില്ലടാ. വെയിറ്റിലൊന്നും കാര്യമില്ല. സോ ലാസ്റ്റ് സെറ്റാണ് ഹാമർ കേൾസ്. ഇതോടെ നമ്മൾ ബൈസെപ്സ് കഴിയും, പിന്നെ നമ്മൾ ട്രൈസെപ്സിന് ഒന്നും കൂടി ഉണ്ടാവുള്ളൂ. Then we'll do some posing and we'll finish off our workout. 9 10 ഒന്നൂടെ. Yes, good. So our last workout ആണ് ഡംബൽ സ്കൾ ക്രഷർ. അതോടെ ട്രൈസെപ്സും കഴിഞ്ഞു. പിന്നെ നമ്മൾ കുറച്ച് പോസ് ചെയ്ത് കണ്ട് ഫുഡ് കഴിക്കാൻ പോകും. ഓക്കെ, Yep. One, see. 1, good. 2. Oh, yeah. 2, yep. ലോങ് ഹെഡ് ഭയങ്കര ഡോമിനന്റ് ആണ് ട്രൈസെപ്സ്. ആണ്. ഷോൾഡർ ആക്കണം, ഷോൾഡർ ആരെ അവർക്ക് എത്തിക്കണം. ഈ റെയർ ഡെൽറ്റ് ഡെവലപ്പ് ചെയ്താൽ തന്നെ അയ്യോ ഇത് കവർ ആവും. ഇതാവും. ഇതിന്റെ ഒരു പ്രൊജക്ഷൻ ഉണ്ടല്ലോ, ഇത് ഡെവലപ്പ് ചെയ്താൽ റെഡി ആവും. രണ്ടാണ് ഈ സാധനം നമുക്ക് ഫോക്കസ് ചെയ്യാൻ വർക്കൗട്ട് ചെയ്യണം. അതിന് റിവേഴ്സ് ഡക്ക് ആൻഡ് ഫേസ്ബുൾ. ഫേസ്ബുൾ നല്ല ഇതാവുള്ളത് അല്ലേ? ഫേസ്ബുൾ ആകുമ്പോൾ നല്ല രീതിക്ക് അത് ആക്ടിവേറ്റ് ആവും. യെസ് that's called failure. You have to achieve failure. So we are also going to do our last set. നമ്മൾ ചെയ്യാത്ത വർക്കൗട്ടാണ്. ഫസ്റ്റ് ചെയ്ത് നമ്മൾ പണ്ടൊക്കെ സ്കൾ ക്രഷർ ആയിരുന്നു മെയിൻ വർക്കൗട്ട്. ഫസ്റ്റ് തന്നെ ചെയ്ത് ഞാൻ വർക്കൗട്ടാണ്. കോമ്പൗണ്ട് മൂവ്മെൻ്റ് ആണ് ഫസ്റ്റ് കൊടുക്കും, മാക്സിമം വെയിറ്റ് ഇടും. പിന്നെ നമുക്ക് എൽബോസിന് ചെറിയൊരു പെയിൻ ആണെങ്കിൽ അങ്ങനെ നമ്മൾ ഇത് മാറ്റിയിട്ട് എക്സ്റ്റൻഷനും പുഷ്ടവും മാത്രമാക്കി. പിന്നെ നമ്മൾ ഡോമിനൻറ്റ് സൈഡ് ഈ ബൈസും ട്രൈസും ആയതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അധികം അതിന് ഫോക്കസ് ചെയ്യാതായി. ഇപ്പോൾ വീണ്ടും ചെയ്യാണ്. പക്ഷേ ഇറ്റ് ഫീൽസ് ഗുഡ് ബിക്കോസ് നല്ല വർക്കൗട്ടാണ്, അടിപൊളി വർക്കൗട്ടാണ്. മാസം ബിൽഡ് ചെയ്യാൻ ബെസ്റ്റാണ്. സോ ഇത് നമ്മൾ ലാസ്റ്റ് സെറ്റാണ്. ജൂൺ ചെയ്തിട്ട് നമുക്ക് നേരെ പോവാം. Yes, we are done with our workout. Yes. നമ്മൾ വാഷ്റൂം പോയി ഫ്രഷായി, പിന്നെ പോസ്റ്റ് വർക്കൗട്ട് ചെയ്യാൻ വേയും ക്രിയാറ്റിനും പിന്നെ പഴം കഴിച്ചു. നമ്മൾ മന്തി തിന്നാൻ പോകും, റിയൽ ഫുഡ് കഴിക്കാൻ പോവാണ്. ദാറ്റ്സ് മന്തി. അപ്പോൾ ലക്ഷ്മണപുരം നല്ല സ്പോട്ട് കണ്ടുവെച്ചെന്ന് പറഞ്ഞു. അപ്പം അവിടെ പോവാം. അപ്പം എങ്ങനെ വർക്കൗട്ട് എങ്ങനെ? വർക്കൗട്ട് അടിപൊളിയായിരുന്നു.
പിന്നെ എന്താ പറയാ, പിന്നെ എനിക്ക് വേറെ കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ ഈ വ്ളോഗിലൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവൻ നാച്ചുറൽ ആണ്, ഞാൻ എൻഹാൻസ്ഡ് ആണ്. ഈ നാച്ചുറൽ എൻഹാൻസ്ഡ് എന്നൊരു ഈഗോ ക്ലാഷ് ഈ ഫീൽഡിൽ അല്ലേ ഭയങ്കരമായിട്ടുണ്ട്. തമ്മിൽ ഹെയ്റ്റ് അങ്ങനെ സംഭവമൊന്നുമില്ല, രണ്ടാളും ഹാർഡ് വർക്ക് ചെയ്ത റിസൾട്ട് കിട്ടും, സിമ്പിളാണ്. പിന്നെ ഈ നാച്ചുറലായി നിന്നുകൊണ്ട് എൻഹാൻസ്ഡിനെ കുറ്റം പറയുക, അല്ലെങ്കിൽ എൻഹാൻസ് ആയി നിന്ന് നാച്ചുറലിനെ കുറ്റം പറയുക, അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. ഇൻ ദി എൻഡ് എല്ലാവരും കഷ്ടപ്പെട്ട് പണിയെടുത്താലേ ഇത് കിട്ടും. അലി കഷ്ടപ്പെട്ടിട്ട് അലീൻ്റെ ബോഡി നിങ്ങൾ കാണുന്നുണ്ട്, എൻ്റേത് കാണുന്നുണ്ട്. സോ നമ്മൾ ഹാർഡ് വർക്കിനെ റെസ്പെക്ട് ചെയ്യുക. അതാണ് എനിക്ക് കുറേ നാച്ചുറലായിട്ടുള്ള ആൾക്കാരോടും എല്ലാവരോടും പറയാം, എല്ലാ സ്പോർട്സ്മാൻ ആത്ലീറ്റ് ബോഡി ബിൽഡിംഗ് ഫീൽഡിലുള്ളവരോടും പറയാനുള്ളത്. നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ഇത് ഭയങ്കര ക്ലാഷ് ഇല്ല. രണ്ട് സ്പോർട്ടാണ്. നാച്ചുറൽ ചെയ്യേണ്ടവർക്ക് അത് ചെയ്യുക, ഇത് ചെയ്യുക, അത്ര. അതിൻ്റെ ഇടയിൽ ചില ആൾക്കാർ കിടന്നിട്ട് ഇങ്ങനെയാണ് ഇൻസൾട്ടിങ്, അത് ഇത് അങ്ങനത്തെ പരിപാടി അത്രക്കേ ഉള്ളൂ. അതായത് ഇപ്പൊ ഈ പറഞ്ഞ ആൾക്കാരനെ ചിലപ്പം ജിമ്മിൽ പോലും പോവാത്ത ആൾക്കാരായിരിക്കും. അതെ അതെ, ജിമ്മിൽ പോണ ഒരാൾക്ക് മനസ്സിലാവും അതായത് എന്താണ്, എത്ര ഹാർഡ് വർക്കിംഗ് ആണ് ഈ ഒരു ഫീൽഡ് എന്നുള്ള കാര്യം, എത്ര ഡിസിപ്ലിൻ ആയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ബോഡി ബിൽഡ് ചെയ്യാൻ കഴിയുള്ളൂ എല്ലാവരും. അത് മെയിൻ ആയിട്ട് നമ്മൾ ഡയറ്റും വർക്കൗട്ടും അതേപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള റിക്കവറിയും, ഈ 3 സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കാണും. അതിപ്പോ ഇഞ്ചക്ഷൻ ചെയ്താലും ഇല്ലെങ്കിലും അത് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അത് ചെയ്താൽ നമുക്ക് ശരിക്കും റിസൾട്ട് കിട്ടുന്നത്. പിന്നെ PD യൂസ് ആണത് ഒരു പ്രൊഫഷണൽ ബോഡി അത്ലീറ്റ് ആകുമ്പോൾ അവർക്ക് കുറച്ച് പെട്ടെന്ന് വേണ്ടി വരും, അതായത് ടു ബി ബെറ്റർ ദാൻ അതേഴ്സ് ഫീൽഡിൽ റിക്വയർഡ് ആണത്. അപ്പം അത് ഓരോ ചോയ്സ് ആണ്, നമ്മൾ ഒന്നും പറയാൻ പാടില്ല. അത് അവരുടെ ചോയ്സ്, അത് റെസ്പെക്ട് ചെയ്യുക. അവരും ഈ ഒരു എല്ലാ ഹാർഡ് വർക്കും കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം അത് മനസ്സിലാക്കുക, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈഗോ ഒഴിവാക്കുക. ഇൻസ്റ്റയില് റീല് ചെയ്യുന്നു, ഇതുവരെ അവൻ കുത്തിവെച്ചുണ്ടാക്കിയത്, എല്ലാവരും കഷ്ടപ്പെട്ടുണ്ടാക്കാനാണ്. സോ നല്ല വർക്കൗട്ട് ആയിരുന്നു. വിശക്കുന്നു, ഇന്ന് വരാം ഫുഡ് കഴിക്കാൻ പോവാ. സോ നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞു, ഫുഡ് അടിയും കഴിഞ്ഞു, ഞങ്ങൾ വീട്ടിൽ പോകാൻ പോവാണ്. അപ്പോൾ നല്ല അടിപൊളി വർക്കൗട്ടായിരുന്നു, അടിപൊളി ഫുഡും. അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് പറഞ്ഞാൽ ഞാനല്ല ഡിസൈൻ ചെയ്തത് ലക്ഷ്മൺ ബ്രോ ആണ്. ലക്ഷ്മൺ ബ്രോ പറഞ്ഞ വർക്കൗട്ട് നമ്മൾ ചെയ്തത്. നല്ല അടിപൊളി പമ്പും കിട്ടി, ഇപ്പോഴും നല്ല പമ്പുണ്ട്. ഫുഡ് കൂടി കഴിച്ചപ്പോൾ കാപ്സ് കൂടി കയറിയപ്പോൾ ഡബിൾ പമ്പായി. അപ്പോൾ നല്ല ഹാപ്പി ആയി. നേരെ പോവാ ഒരു ഉറക്കം. സോ നല്ല വർക്കൗട്ട് ആയിരുന്നില്ലേ ഓവറോള്? അടിപൊളി വർക്കൗട്ട് ആയി. റോഷനെ ഞാൻ വർക്കൗട്ട് ചെയ്യിപ്പിച്ചു. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ ആരപ്പാണെന്നുള്ള കാര്യം നമ്മളെ ബ്രോഡ്കാസ്റ്റ് ചാനലിലൊക്കെ ഉണ്ടാവും. ഡെയിലി അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. ലക്ഷ്മൺ ബ്രോൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുക. ഇനി യൂട്യൂബിലൊക്കെ ഇനി വീഡിയോസ് ആയിക്കാണ്ട് വരുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ബി പ്രിപ്പയർഡ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വ്ളോഗോടെ എൻ്റെ ചെയ്യാണ്. നമ്മൾ വീട്ടിൽ പോവാണ്. ലക്ഷ്മൺ നേരെ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക് യു.